ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൂടുതൽ അന്വേഷണത്തിനായി SIT സംഘം ബെല്ലാരിയിൽ. കേസിലെ പ്രതി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പരിശോധന നടത്തുകയാണ്. 5 അംഗ സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഹരിമോഹൻ പുതിയ വിവരങ്ങൾ നൽകും. ഹരിമോഹൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അപ്പോൾ നേരത്തെ സ്വർണ്ണക്കട്ടികളായി സൂക്ഷിച്ചു എന്നുള്ള വിവരങ്ങൾ അതിലപ്പുറമുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്മൃതി, ഈ കേസിൽ രണ്ടാമത്തെ തവണയാണ് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തിക്കൊണ്ടായ SIT സംഘം പരിശോധന നടത്തുന്നത്. ആദ്യ പരിശോധനയിലാണ് 474 ഗ്രാം സ്വർണ്ണ കട്ടികൾ അവിടെ നിന്ന് SIT കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നതിൽ കൂടി ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്ന് ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ സ്വർണ്ണത്തിന് പണം നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ആ ജ്വല്ലറിയിൽ വന്നിട്ടുണ്ട്, മറ്റു പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിരുന്നു. പക്ഷേ ഇതിനുശേഷം പിന്നീട് ജാമ്യാപേക്ഷ നൽകുന്ന ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഈ 474 ഗ്രാം എന്ന് പറയുന്നത് തൊണ്ടി മുതലല്ല, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണമല്ല, മറിച്ച് അതിന് തത്തുല്യമായ സ്വർണ്ണമാണ്. അത് SIT തന്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഗോവർദ്ധന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SITയുടെ 5 അംഗ സംഘം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ എത്തി പരിശോധന നടത്തുന്നത്. ഇത് ഏതെങ്കിലും നിലയിൽ അവിടെ ഈ സ്വർണ്ണമുണ്ടോ, അതായത് വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൽപേഷ് വഴി എത്തിച്ചിട്ടുള്ള 474 ഗ്രാം സ്വർണം, ശബരിമലയിലെ സ്വർണം അവിടെ ബാക്കിയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ കൂടി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ചില രേഖകൾ, അതായത് ഇതിനോടകം തന്നെ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് ചില രേഖകൾ കൈമാറിയിട്ടുണ്ട്. അത് ചില ഡിമാൻഡ് ഡ്രാഫ്റ്റുകളാണ്. അതായത് ഈ സ്വർണത്തിന് ഉതകുന്ന രീതിയിലുള്ള പണം അത് ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ അയച്ചിട്ടുള്ള ചില ഡിമാൻഡ് ഡ്രാഫ്റ്റുകളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില രേഖകൾ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതായത് ഈ സ്വർണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റു ചില ഇടപാടുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഉൾപ്പെടുന്ന വലിയൊരു റാക്കറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ആദ്യ പരിശോധനയിൽ ഈ 474 ഗ്രാം സ്വർണത്തിന് തുല്യമായ സ്വർണം കൊണ്ട് അവിടെ നിന്ന് മടങ്ങുക മാത്രമാണ് SIT ചെയ്തിരുന്നത്. മാത്രമല്ല ഗോവർദ്ധനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിക്രമം കൂടി അവിടെ വെച്ച് നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയൊരു പരിശോധനയൊന്നും ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് SIT പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഈ പരിശോധന നടത്താൻ വേണ്ടി 5 അംഗ സംഘം ബെല്ലാരിയിലേക്ക് തിരിച്ച് 2 അംഗ സംഘമാണ് ഇന്നിപ്പോൾ കേരളത്തിന് പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന് ഈ സംഘവും 2 നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡി മണിയെ തേടിയുള്ള മറ്റൊരു സംഘം ചെന്നൈയിലും എത്തിയിട്ടുണ്ട്. അതായത് അന്തർ സംസ്ഥാന ബന്ധം അന്വേഷിക്കാൻ വേണ്ടി SIT വീണ്ടും ഒരുങ്ങുന്നു. അതിനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ SIT നടത്തുന്ന നീക്കങ്ങൾ. അതിൽ ചെന്നൈയിൽ ഒരു സംഘം ഡി മണിയുമായി ബന്ധപ്പെട്ട സംഘത്തിന്റെ കൂട്ടാളികളെയൊക്കെ തന്നെ വലിയ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ, മറുവശത്ത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, തൊണ്ടിമുതലിന്റെ കൂടുതൽ അംശം കിട്ടുമോ എന്നൊക്കെയുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ ഹരിമോഹൻ ഇപ്പോൾ ബെല്ലാരിയിൽ അന്വേഷണ സംഘം എത്തുന്നത്. അപ്പോൾ പറഞ്ഞതും മൊഴിയിൽ പറഞ്ഞതിലും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട് എന്ന സൂചന SITക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണോ, അതോ ചോദ്യം ചെയ്യലിൽ വന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഗോവർദ്ധനെ ചോദ്യം ചെയ്തത് വഴി പുറത്തു വന്ന വിവരങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ 989 ഗ്രാം ആകെ വേർതിരിച്ച 989 ഗ്രാം എന്ന് പറയുന്ന ചെറിയൊരു അംശം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ചില ഇടപാടുകളൊക്കെ തന്നെ ഇവരെല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട്. കാരണം 2019 മുൻപ് തന്നെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ശബരിമലയിൽ സ്ഥിരം സന്ദർശകരായിരുന്നു. അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ശബരിമലയിലെ എല്ലാ ഉരുപ്പടികളും 98-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതാണെന്നുള്ളത്. അതിനുശേഷം നടത്തി ഇടപാടുകൾ അത് ഈ പറയുന്ന ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും മാത്രമല്ല, ഒട്ടേറെ ഉരുപ്പടികൾ പല തവണകളായി സ്വർണം പൂശാനായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ ജ്വല്ലറി വഴി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടത്തിയതിന്റെ എന്തെങ്കിലും സൂചനകൾ, സംശയങ്ങളൊക്കെ തന്നെ SITക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ 2ാം തവണ പരിശോധന നടത്തുമ്പോഴും ഒരു സംശയമായി ഉയർന്നു വരുന്നത്. ചിലപ്പോൾ അതാവാം അടിയന്തരമായി ഇത്തരമൊരു സ്വഭാവത്തിലേക്ക്, അതായത് ഈ ഗോവർദ്ധന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ വലിയൊരു പരിശോധനയിലേക്ക് SIT കടക്കാനുണ്ടായ ഒരു സാഹചര്യം. കൂടാതെ തന്നെ ദേവസ്വം ബോർഡിന് പലതവണയായി പണം നൽകിയിട്ടുണ്ട് ഗോവർദ്ധൻ എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷെ അതിൽ ചില രേഖകൾ മാത്രമേ ഗോവർദ്ധൻ കൈമാറിയിട്ടുള്ളൂ. അതായത് ഏകദേശം 1.5 കോടി രൂപയോളം സ്പോൺസർഷിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം ശബരിമലയിലേക്ക് ഔദ്യോഗികമായി തന്നെ ഈ ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മറ്റെന്തൊക്കെയോ പണമിടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ ഗോവർദ്ധന്റെ പക്കലുണ്ട്. ഇത് ഗോവർദ്ധൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല, അത് കൈമാറിയിട്ടുമില്ല. പക്ഷേ ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിനിടെ ഈ റൊദ്ധം ജ്വല്ലറി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയം കൂടി SITക്ക്
ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ള ആളുകൾ നിരന്തര സന്ദർശകർ കൂടിയായിരുന്നു ഈ റൊദ്ദം ജ്വല്ലറി. അതായത് ഈ കേസിലെ സ്മാർട്ട് ക്രിയേഷൻസ് കഴിഞ്ഞാൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഗൂഢാലോചന കേന്ദ്രം കൂടിയായി റൊദ്ദം ജ്വല്ലറി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആദ്യം നടത്തിയ പരിശോധന കാര്യക്ഷമമായിരുന്നില്ല എന്നൊരു വിലയിരുത്തൽ